guys, welcome back to another video guys. Welcome back to another movie review guys. അപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയിട്ടുള്ള ലാസ്റ്റ് പടമായിട്ടുള്ള പരമസുന്ദരി മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഹിന്ദി പടമാണ്. തുഷാർ ജലോട്ട എന്ന് പറയുന്ന ആളാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. പുള്ളിയും പിന്നെ ഗൗരവ് മിശ്ര ആൻഡ് അഷ്റ വോര ഇവരൊക്കെ കൂടെ ചേർന്നാണ് സ്റ്റോറി എഴുതിയേക്കുന്നത്. പടത്തിന്റെ കാസ്റ്റ് വരുന്ന സിദ്ധാർത്ഥ് മൽഹോത്ര ഉണ്ട്, ജാൻവി കപൂർ ഉണ്ട്, സഞ്ജയ് കപൂർ ഉണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട്. അങ്ങനെ സോ മെനി ആൾക്കാർ അഭിനയിക്കുന്ന ഒരു ഹിന്ദി പടമാണ്. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പടം ഞാൻ എങ്ങനെയൊക്കെയോ കണ്ടു തീർത്തു എന്ന് വേണം പറയാൻ. അതായത് എനിക്ക് ഉറങ്ങി ഞാൻ അതിന്റെ ബാക്കി കിടന്ന് ഉറങ്ങുമായിരുന്നു ഗൈസ്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നല്ല സൂപ്പർ പടമായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു തീർത്ത്. ഒരു കാര്യം ഗൈസ്, നമ്മുടെ കേരളം ഇപ്പോഴും വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നെറ്റ്വർക്ക് കിട്ടാറില്ല. കേരളം ഡെവലപ്പ് ആയതോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയതോ ഇവർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഈ 2025 ഡേറ്റിംഗ് ആപ്പ് അതിനകത്തൂടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന അയ്യോ. എനിവേ, പടത്തിനകത്തൊരു 95% കേരളമാണ് കാണിക്കുന്നത്. നിപ്പിൽ അമ്പലപ്പുഴ അമ്പലം കാണിക്കും. പിന്നെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവർ നേരെ പോകുന്നത് പിന്നെ മൺട്രോ ഐലൻഡിൻ്റെ ആ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പിന്നെ നേരെ ആതിരപ്പള്ളി. അങ്ങനെ എങ്ങനെ അവർ പെട്ടെന്ന് ഡിഫറെൻറ്റ് ലൊക്കേഷനിലോട്ട് എത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷനാണ്. നമ്മുടെ നാടൊക്കെ ആയതുകൊണ്ടും നമ്മുടെ ഏരിയകളൊക്കെ ആയതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ട്. ഇത് ഈ പ്ലേസ് ആണ്, ആ പ്ലേസ് ആണ്, ഇവിടുന്ന് ഇങ്ങനെ പോയി ഇത് എല്ലല്ലോ കാണിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ അതിനകത്തൊരു ഫെസ്റ്റിവലായിട്ട് ഓണം കാണിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഗ്രാൻഡ് പരിപാടിയായിട്ടുള്ള ഓണാഘോഷം കാര്യങ്ങളൊക്കെ. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പടത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഹൈലി ടാസ്ക് പരമായിട്ടുള്ള ഗെയിമൊക്കെ ഉണ്ട്. ലെമൺ സ്പൂണിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാണുന്ന ലെമൺ സ്പൂൺ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണും ലെമണും കടിച്ചു പിടിക്കുക, ഈ എൻഡ് ടു ആൻഡ് നടക്കുക, താഴെ വീഴുന്നത് നോക്കുക, ജയിക്കുക അല്ലെങ്കിൽ തോക്കുക. ഇതിനകത്തൊരു മനസ്സിലൊക്കെ ടാസ്ക് ആണ് കേസ്. അതായത് ഇതും പിടിച്ചുകൊണ്ട് പോകണം, വളയം എടുത്ത് ഇങ്ങനെ ഇടണം, പിന്നെ 2 തൊട്ട് വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ടാസ്ക് പരമായിട്ടുള്ള ഗെയിമുകളും കാര്യങ്ങളും. പിന്നെ ഹീറോയിൻ ആണെങ്കിൽ നിന്നിപ്പോൾ തെങ്ങ് കയറും. തെങ്ങിൻ്റെ തേങ്ങ വരെ CGI ആണ് കേസ്. പിന്നെ രഞ്ജി പണിക്കരുണ്ട് ഇതിനകത്ത്. പുള്ളിക്കാരൻ ഒരമ്മാവൻ ക്യാരക്ടറാണ്. അങ്ങനെയൊക്കെ പോകുന്ന ഒരു പടവടി. പിന്നെ എന്തരാണ് യെസ് കേസ്. എനിക്ക് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കേരളം ഡെവലപ്പ് ആയതൊന്നും ഇവിടെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് നിന്ന് സിദ്ധാർത്ഥ് മൽഹോത്ര ഇറങ്ങുന്നു. പിന്നെ പുള്ളിക്കാരനെ കൊണ്ടൊരു ടാക്സി ഡ്രൈവർ വിത്ത് വെള്ളവടിയാണ്. വെള്ളമടിച്ചുകൊണ്ട് പുള്ളി വണ്ടി ഓടിക്കുന്നു, വണ്ടി ആക്സിഡൻ്റ് ആവുന്നു. ഏത് ടാക്സി ഡ്രൈവറാണ് ഇവിടെ കേരളത്തിൽ വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്? അതും പാസഞ്ചേഴ്സിനെ ഇരുത്തിക്കൊണ്ട്. പാസഞ്ചേഴ്സ് ഇല്ലാണ്ടെങ്ങാണ് 2 മിനിയെന്ന് പറയാം. പക്ഷേ പാസഞ്ചേഴ്സിനെ ഇരുത്തിക്കൊണ്ട് കേരളത്തിലെ ഏത് ഡ്രൈവർ അല്ലെങ്കിൽ ഏത് ടാക്സി ഡ്രൈവറാണ് വെള്ളം അടിക്കുന്നത്? എനിക്കൊരു ഡൗട്ടാണ്. പക്ഷെ ചെന്നൈ എക്സ്പ്രസിനകത്തും ഇങ്ങനെയൊക്കെ കാണിച്ചതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഡൗട്ടാണ് കേസ്. ഈ ഹിന്ദി പടത്തിനകത്ത് നമ്മൾ ഈ കേരളം കാണിക്കുമ്പം കേരള ഭാഷ, അതായത് മലയാളം അറിയാവുന്ന ഒരു ഹീറോയിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കൺവിൻസ് ആയേനെ. താല്പര്യമുള്ളവർ പോയി കാണുക. നല്ല പടമാണ്, സൂപ്പർ പടമാണ്. അപ്പം പിന്നെ സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂറിനൊക്കെ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാടേ. പുള്ളിക്കാരത്തെ ഒരു മോഹിനിയാട്ടി ആവാൻ വേണ്ടി നടക്കുന്ന സിദ്ധാർത്ഥ് മൽഹോത്ര ഡേറ്റിംഗ് ആപ്പ് വഴി സോൾമേറ്റിനെ കണ്ടുപിടിച്ചുകൊണ്ട് നാട്ടിൽ വരുന്ന പ്രേമം പൂത്തൊലിയുന്നു, പൂവണിയുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തെ കാണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക. അതാണ് പരമസുന്ദരി. അത് തന്നെ. സോ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ.